നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷ് പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുമെന്ന്. വാ, കേറി വാ. നിങ്ങൾ എപ്പോ വന്നു? ദാ ഇപ്പൊ വന്നേ ഉള്ളൂ. നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ഇരിക്കെ. എടുത്ത് കഴിക്ക്. അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു നിങ്ങൾ വരുമ്പോ ഒരു കുറവും ഉണ്ടാകരുതെന്ന്. ഇവിടെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ധനുഷ് അല്ലാതെ ഞങ്ങൾക്കൊരു മകള് കൂടിയുണ്ട്. അവള് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടില. അവരങ്ങ് അടൂരാ. മരുമകനോട് ബിസിനസ്. ചായ. മാഷും കമലയൊക്കെ സുഖായിരിക്കുന്നോ? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അവരെയൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ ഉള്ളവരെയും നെല്ലിശ്ശേരിയും പറ്റി ധനുഷ് എപ്പോഴും പറയാറുണ്ട്. ആരെയും നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പോ കാണാലോ. ഞങ്ങൾ അങ്ങോട്ടൊന്ന് കാണാം. ചായ കുടിക്കേ. വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലത് തന്നെയാ. എന്റെ മോനായോണ്ട് പറയുന്നതല്ല, നല്ലവനാ. സ്നേഹിക്കാൻ മാത്രമേ അവനറിയൂ. എന്നോടവൻ പറഞ്ഞു മോളെപ്പറ്റി. ആ വീട്ടിൽ അവനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് മോൾക്കാണെന്ന് അവൻ പറഞ്ഞു. സത്യം പറഞ്ഞ ഇങ്ങനൊരു വിവാഹാലോചന വന്നപ്പോ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. നിങ്ങളുടെ തീരുമാനം എന്താ? നിങ്ങൾക്ക് ഈ വിവാഹത്തോട് ശരിക്കും സമ്മതം തന്നെയാണോ? സമ്മതമാണോന്നോ? 100 വട്ടം സമ്മതം. നെല്ലിശ്ശേരി പോലത്തെ ഒരു വലിയ വീട്ടിലെ ആലോചന എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ മകന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അവന്റെ ഇഷ്ടം അത് എന്തായാലും ഞങ്ങൾ കൂടെ നിൽക്കും. സ്നേഹമോളുടെ ഫോട്ടോ കണ്ടു. നല്ല സുന്ദരി കൊച്ച്. നിങ്ങൾ പറയുന്ന സമയത്ത് ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതം. ഞങ്ങള് ധനുഷിനെ പറ്റി അന്വേഷിക്കാൻ വന്നതല്ല. ഇതുവഴി ഒരു സ്ഥലം വരെ പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. എന്നാ നമുക്ക് ഇറങ്ങാം. മറ്റൊരു ദിവസം കാണാം. ഇതുവഴി പോകുമ്പോഴൊക്കെ ഇതുപോലെ ഇവിടെ കയറണേ. ആയിക്കോട്ടെ. അവൻ വിളിക്കുമ്പോ ഞാൻ പറയാം നിങ്ങൾ വന്നിരുന്നു. ശരി, ആയിക്കോട്ടെ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. നമ്മൾ വരുന്ന കാര്യം അവനെങ്ങനെ അറിഞ്ഞു? ഒന്നുകിൽ ധനുഷ് എന്ന് പറയുന്നവൻ നമ്മൾ കരുതിയതിനേക്കാളും വലിയ ഫ്രോഡാ, അല്ലെങ്കിൽ ഇവര് പറഞ്ഞതുപോലെ ഒരു നല്ലവൻ. കേറ്.
മേഡം. എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി വന്നേനല്ലോ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്റെ അച്ഛനും അമ്മയും വീടും പരിസരവും ഒക്കെ? മാഡത്തിന് ഇഷ്ടമായോ? ഈ മാഡം എന്നുള്ള വിളിയേ ഇനി അധിക ദിവസം ഇല്ല കേട്ടോ. മാഡത്തിൽ നിന്ന് ഏട്ടത്തിയിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ആ കുറച്ച് ദിവസം മതി. ആ ദിവസങ്ങൾ കൊണ്ടേ ഏട്ടത്തിന്ന് വിളിപ്പിക്കേണ്ട അവസരം ഞാൻ ഒഴിവാക്കി തരാം. തന്റെ വീട് വരെ ഒന്ന് പോയി എന്നുള്ളത് സത്യം തന്നെയാ. തന്റെ അച്ഛനെ അമ്മയും കാണുകയും ചെയ്തു. അച്ഛനെ അമ്മയും വീടും പരിസരവും ഒക്കെ നല്ലപോലെ ഇഷ്ടവുമായി. ഹോ, സമാധാനമായി. എന്റെ സ്നേഹയുടെയും വിവാഹത്തിനുള്ള സമ്മതം അതല്ലേ ഇപ്പൊ പറഞ്ഞത്? അല്ലേ അല്ലേ? ഇപ്പൊ തന്നെ ടെൻഷൻ മുഴുവനും മാറി. ഇനി സ്വസ്ഥമായിട്ട് എനിക്ക് സ്നേഹ വിവാഹം കഴിക്കാലോ. മാതാപിതാക്കളെയും പുരയിടവും ഒക്കെ നോക്കിയിട്ടാണോ നാട്ടില് വിവാഹമൊക്കെ നടക്കുന്നത്? വിവാഹം കഴിക്കുന്ന ആളുടെ സ്വഭാവം കൂടി നോക്കണ്ടേ? അങ്ങനെ വരുമ്പോ എങ്ങനെയാ ഈ വിവാഹം നടക്കുന്നത്? ചെറുക്കന്റെ സ്വഭാവം ശരിയല്ലല്ലോ. എന്റെ സ്വഭാവത്തിന് എന്ത് കുഴപ്പമാണ് മാഡം കാണുന്നത്? ഞാൻ എന്താ ചെയ്തെന്ന് പറ. നീയും അവന്തിയും തമ്മിൽ എന്താ ബന്ധം? ഞാൻ വെറുതെ ചോദിച്ചതാ. പിന്നെ നിന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറയണോ? പറയാൻ കൊള്ളാമെന്ന് എന്തെങ്കിലും ഉണ്ടോ? ഈ വീട്ടിലുള്ളവര് പാവങ്ങളാ. അവരെ വശത്താക്കാൻ കുറച്ച് ഓവർ സ്മാർട്ട് കാണിച്ചാൽ മതി. അതും കൊണ്ട് എന്റെ മുന്നിലേക്ക് നീ വരണ്ട. പിന്നെ നീയും അവന്തികയും തമ്മിൽ എന്ത് ബന്ധം എന്ന എന്റെ ചോദ്യത്തിന് നിന്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ ഉദ്ദേശിച്ച ഒരു അർത്ഥം ഉണ്ടെന്ന് മനസ്സിലാവുന്ന അന്ന് നീ അറിയും ഈ അർച്ചന മാഡം ആരാണെന്നും ഈ വീട്ടിലുള്ളവര് നീ ഉദ്ദേശിക്കുന്ന പോലെ പാവങ്ങളല്ലെന്നും. വിളിച്ച് വീട്ടിൽ കയറ്റിയ നന്ദേട്ടനെ കൊണ്ട് തന്നെ ചവിട്ടി ഞാൻ ഇറക്കിക്കും. ഇപ്പൊ ധനുഷിന് തോന്നും ഞാനിതൊക്കെ വെറുതെ സമയം പോവാൻ പറയുന്നതാന്ന്. ഞാനങ്ങനെ വെറുതെ ഒന്നും പറയില്ല ധനുഷേ. അത് നിനക്കറിയില്ലെങ്കിലും സ്നേഹിക്ക് നന്നായിട്ടറിയാം. ധനുഷ്, ധനുഷ് എവിടേക്കാ? ഞാനൊന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതാ. എനിക്കും പോകണമായിരുന്നു. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം അല്ലേ? നമുക്ക് നിന്റെ ബുള്ളറ്റിൽ പോവാം. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.